ട്രേഡിംഗിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യാറുള്ളത്? എക്സ്പെക്ട് ചെയ്ത ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ലാഭത്തിലേക്ക് പോകേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്റ്റോക്ക് ചെറിയൊരു നഷ്ടത്തിൽ തീരുമ്പോൾ ദേഷ്യവും നിരാശയും ഒക്കെ തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, മിക്കവാറും എല്ലാ ട്രേഡർമാരുടെയും തലയിൽ കൈവയ്ക്കുന്ന ആ ഒരു നിമിഷം അത് തന്നെയാണ്. ഞാൻ പക്ഷേ എന്റെ ട്രേഡിംഗ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിൽ ഒന്നായിട്ടാണ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹീറ്റിങ്ങിനെ കാണുന്നത്. അപ്പോ പലർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ അതെന്റെ ട്രേഡിംഗ് ക്യാപിറ്റലിന്റെ പകുതിയും ഇല്ലാതാക്കിയ ഒരു വലിയ വീഴ്ചയിൽ നിന്ന് എന്നെ രക്ഷിച്ചതും അതുപോലെ തന്നെ എന്നെ അച്ചടക്കമുള്ള ഒരു ട്രേഡറാക്കി മാറ്റിയതുമായിട്ടുള്ള ഒരു ചിന്തയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. വീഡിയോയിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു ഫീലിംഗ് മാറ്റിയെടുക്കാൻ എങ്ങനെ നമ്മൾ അച്ചടക്കത്തോടെ മുന്നോട്ട് വളരണം എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്നെ പോലെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ സന്തോഷിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. മാർക്കറ്റിലേക്ക് വരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ചിന്ത തന്നെയാണ് ഉണ്ടാവുക, പെട്ടെന്ന് പണം ഉണ്ടാക്കണം, ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം. പക്ഷേ അതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. തുടക്കത്തിൽ കുറച്ച് ലാഭം കിട്ടിയപ്പോൾ വളരെ എളുപ്പമുള്ള പണിയാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും എന്ന് വളരെ കോൺഫിഡൻസ് തോന്നിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ വലിയ തുകയ്ക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് സ്റ്റോപ്പ് ലോസിനോട് തീർച്ചയായിട്ടും ഉള്ള ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു വെറുപ്പ് തോന്നി തുടങ്ങിയത്. ഓരോ ട്രേഡ് എടുക്കുമ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കും. മാർക്കറ്റ് മെല്ലെ താഴോട്ട് വന്ന് എന്റെ സ്റ്റോപ്പ് ലോസിൽ തട്ടിയിട്ട് ഞാൻ വിചാരിച്ച ദിശയിലേക്ക് തന്നെ കുതിച്ചു വരും. പക്ഷെ ആ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചില്ലായിരുന്നെങ്കിൽ നല്ല ലാഭം കിട്ടിയേനെ എന്ന് പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചിന്ത പതിയെ സ്റ്റോപ്പ് ലോസിനെ എന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറ്റി. ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നിർത്തി, അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അത് കുറച്ചുകൂടി താഴെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഇപ്പോൾ മുകളിലേക്ക് തിരിച്ചു കയറും എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. വില താഴോട്ട് പോകുന്തോറും കൂടുതൽ പണം നിക്ഷേപിച്ച് ആവറേജ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് ശരിയായിട്ടുള്ള ഒരു രീതിയെ ആയിരുന്നില്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം മാർക്കറ്റ് എത്രത്തോളം താഴേക്ക് പോകുമെന്ന് ആർക്കും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആ ദിവസം വന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാപിറ്റലിന്റെ വലിയൊരു പങ്കും ഞാനൊരു ട്രേഡിൽ നിക്ഷേപിച്ചു. അനാലിസിസ് 100% ശരിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ മാർക്കറ്റ് എനിക്കെതിരെ നീങ്ങാൻ തുടങ്ങി. സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നില്ല. വില ഇടിയുമ്പോഴെല്ലാം ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഇപ്പോൾ ശരിയാവും, ഇപ്പോൾ റിക്കവറി വരും. പക്ഷേ അതുണ്ടായില്ല. എന്റെ കൺമുന്നിലിരുന്ന് അക്കൗണ്ട് ബാലൻസ് ഉരുകിത്തീരുന്നത് ഞാൻ കണ്ടു. ഓരോ മിനിറ്റിലും ഹൃദയമിടിപ്പ് കൂടി വന്നു. ഒടുവിൽ അക്കൗണ്ടിന്റെ 50% പണവും പോയപ്പോൾ ആ ഒരു ഭീമമായ നഷ്ടം സഹിക്കവയ്യാതെ ഞാൻ ആ ട്രേഡ് ക്ലോസ് ചെയ്തു. അന്നത്തെ രാത്രി സത്യത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പണം പോയതിനേക്കാൾ എന്നെ തളർത്തിയത് ആ ഒരു പരാജയ ബോധം തന്നെയായിരുന്നു. ട്രേഡിംഗ് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. മാർക്കറ്റിനോടും എന്നോടും തന്നെ വെറുപ്പ് തോന്നിയ ഒരു സൈക്കോളജിക്കൽ ഡെഡ് എൻഡ് ആയിട്ട് അത് മാറി. ട്രേഡിംഗ് നിർത്തിയാലോ എന്ന് വരെ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. ആ ഒരു വലിയ നഷ്ടത്തിന് ശേഷം കുറച്ചു കാലം മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു, കണക്ക് കൂട്ടി, പുസ്തകങ്ങൾ വായിച്ചു, പ്രൊഫഷണൽ ട്രേഡർമാരുടെ വീഡിയോകൾ കണ്ടു. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. എന്റെ യുദ്ധം മാർക്കറ്റിനോടായിരുന്നില്ല, സ്റ്റോപ്പ് ലോസിനോടായിരുന്നു. എന്റെ ഏറ്റവും വലിയ രക്ഷാകവചമാകേണ്ടിയിരുന്ന ഒന്നിനെയാണ് ഞാൻ എന്റെ ശത്രുവായിട്ട് കണ്ടത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ലോസിനെ ഒരു ഇൻഷുറൻസ് പ്രീമിയം പോലെ കാണാൻ പഠിച്ചത്. ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ കാറിന് ഇൻഷുറൻസ് എടുക്കാറുണ്ടല്ലോ അല്ലെ? ഓരോ വർഷവും ആയിരക്കണക്കിന് രൂപ പ്രീമിയം അടയ്ക്കുന്നു. പക്ഷെ എന്തിനാണത്? ഒരു അപകടം പറ്റി നമ്മുടെ കാറ് മൊത്തത്തിൽ നശിച്ചു പോയാൽ ഉണ്ടാകുന്ന ലക്ഷങ്ങളുടെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഒരു പ്രീമിയം നമ്മളെ സഹായിക്കും. ആ വർഷം അപകടമൊന്നും ഉണ്ടായില്ലെന്ന് കരുതി നമ്മൾ അടച്ച പ്രീമിയം പോയല്ലോ എന്ന് കരുതി ആരും വിഷമിക്കാറില്ലല്ലോ. കാരണം ആ ഒരു ചെറിയ തുക നമുക്ക് നൽകിയത് വലിയൊരു സാമ്പത്തിക ആഘാതത്തിൽ നിന്നുള്ള സുരക്ഷയാണ്, ഒരു ടെൻഷൻ ഫ്രീ മൈൻഡാണ്. അപ്പോൾ അത് തന്നെയാണ് ട്രേഡിംഗിലെ സ്റ്റോപ്പ് ലോസും. നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡും ഓരോ യാത്ര പോലെയാണ്. ആ യാത്രയിൽ എപ്പോ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കാം. അതായത് മാർക്കറ്റ് നമ്മൾക്കെതിരെ തിരിയാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ നഷ്ടത്തിൽ നിന്ന്, മൂലധനത്തിന്റെ 50% പോയാലുള്ള ഒരു വൻ ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സേഫ്റ്റി നെറ്റാണ് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് അടിച്ച് ഒരു ചെറിയ നഷ്ടം വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയാണ്. ആ ഒരു ചെറിയ നഷ്ടം നമ്മുടെ മുഴുവൻ മൂലധനത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയ വിലയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ചിന്ത എന്റെ കാഴ്ചപ്പാടിനെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചു. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് ഒരു തോൽവിയല്ല, മറിച്ച് എന്റെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നതിന്റെ വിജയമാണ്. ആ സിസ്റ്റം എന്നോട് പറയുകയാണ്, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി, പക്ഷെ സാരമില്ല, ഞാൻ നിന്നെ വലിയ അപകടത്തിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. നിന്റെ കയ്യിൽ ഇപ്പോഴും മൂലധനമുണ്ട്. നാളെയും മാർക്കറ്റ് ഇവിടെ ഉണ്ടാകും, നീയും മാർക്കറ്റിൽ ഉണ്ടാവണം. നിനക്ക് പുതിയ അവസരങ്ങൾ തീർച്ചയായിട്ടും കിട്ടും. ഈ തിരിച്ചുവരവിന് ശേഷം ഞാൻ എന്റെ ട്രേഡിംഗ് രീതി അടിമുടി മാറ്റി. ഇന്ന് ഞാനൊരു ട്രേഡിൽ കയറുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. എന്റെ എൻട്രി പോയിന്റ്, ടാർഗറ്റ്, പ്രധാനമായിട്ട് എന്റെ എക്സിറ്റ് പോയിന്റ് അഥവാ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒറ്റ ട്രേഡ് പോലും ഞാൻ എടുക്കാറില്ല. അത് മാർക്കറ്റിലെ എന്റെ പ്രധാനപ്പെട്ട നിയമമാണ്. അപ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നാമതായിട്ട് ഞാൻ എന്റെ സിസ്റ്റം ഓഫ് ചെയ്ത് ഒരു ചെറിയ ബ്രേക്ക് എടുക്കും.
ഒരിക്കലും ഒരു റിവഞ്ച് ട്രേഡിന് പോകാറില്ല. നഷ്ടപ്പെട്ട പണം ഉടനെ തിരിച്ചു പിടിക്കണമെന്ന ചിന്ത നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. രണ്ടാമതായിട്ട് ഞാൻ ആ ട്രേഡ് ഒന്നുകൂടി വിലയിരുത്തും. എന്റെ എൻട്രി പോയിന്റ് തെറ്റായിരുന്നോ, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ദിശ മനസ്സിലാക്കിയതിൽ എനിക്ക് പിഴവ് പറ്റിയോ, അതോ എന്റെ അനാലിസിസ് ശരിയായിരുന്നു, പക്ഷെ മാർക്കറ്റിലെ പെട്ടെന്നുള്ള ഒരു വോളറ്റാലിറ്റി കാരണം സ്റ്റോപ്പ് ലോസ് അടിച്ചതാണോ? ഈ ഒരു നഷ്ടത്തിൽ നിന്ന് എന്താണ് എനിക്ക് പഠിക്കാനുള്ളത്? അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോടെ ഓരോ നഷ്ടവും എനിക്ക് ഓരോ പുതിയ പുതിയ പാഠങ്ങളായിട്ട് മാറി. ഞാൻ എന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് എന്റെ ഈഗോയെ മുറിവേൽപ്പിക്കുന്നതിന് പകരം എന്റെ ട്രേഡിംഗ് കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസമായിട്ട് മാറി. ഇതിനൊപ്പം ലാഭത്തിലുള്ള ട്രേഡുകൾ സംരക്ഷിക്കാനും ഞാൻ പഠിച്ചു. ഉദാഹരണത്തിന് 100 രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് 120 രൂപയായി എന്ന് കരുതുക. അപ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് 100-ൽ നിന്ന് 110-ലേക്ക് ഉയർത്തി വെക്കുക. അതിനെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്നാണ് പറയുക. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് പെട്ടെന്ന് താഴേക്ക് വന്നാലും നഷ്ടം വരില്ല. കുറഞ്ഞ 10 രൂപയുടെ ലാഭമെങ്കിലും എനിക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങൾക്ക് പുതിയ ഒരു ചിന്ത നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്കൊരു ഫ്രണ്ടാണോ അല്ലെങ്കിൽ ഒരു ശത്രുവാണോ? നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സ്റ്റോപ്പ് ലോസ് അനുഭവം എന്തായിരുന്നു? കമന്റുകളായിട്ട് അറിയിക്കുക. ഇനി ഈ ഒരു ഇഷ്യൂകളിൽ നിന്നുള്ള ഒരു കരകയറ്റം അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ചിന്താഗതിയും സിസ്റ്റവും എന്റെ ട്രേഡിംഗിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്റെ അക്കൗണ്ട് പതിയെ വളരാൻ തുടങ്ങി. കാരണം വളരെ ലളിതമായിരുന്നു. ഞാൻ വലിയ നഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്റെ നഷ്ടങ്ങൾ ഒരു ട്രേഡിൽ 5% അല്ലെങ്കിൽ 10% പരിമിതപ്പെടുത്തി. എന്നാൽ എന്റെ ലാഭം അതിൽ കൂടുതലോ ആയിരുന്നു. 10 ട്രേഡ് എടുത്താൽ അതിൽ 4 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ബാക്കിയുള്ള 6 ട്രേഡുകളിലെ ലാഭം എന്റെ അക്കൗണ്ടിൽ മൊത്തത്തിൽ ലാഭത്തിൽ നിർത്തും. പക്ഷെ ഇതിനെല്ലാം അപ്പുറം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം മനസമാധാനമായിരുന്നു. ഒരു ട്രേഡ് എടുത്ത ശേഷം എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. ഓരോ സെക്കൻഡിലും ചാർട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു വെപ്രാളം മാറി. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്റെ പരമാവധി നഷ്ടം എത്രയാണെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മൂലധനം സുരക്ഷിതമാണ്. എന്നെ സംരക്ഷിക്കാൻ എന്റെ സ്റ്റോപ്പ് ലോസ്, എന്റെ ബോഡി ഗാർഡ് അവിടെ തന്നെയുണ്ട്. അന്നെന്റെ 50% മൂലധനം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഈ ചിന്ത ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരുപക്ഷെ വെറും 5% നഷ്ടത്തിൽ ഞാൻ ആ കളിയിൽ നിന്ന് പുറത്തു വരികയും എന്റെ വിലയേറിയ മൂലധനത്തെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. പോയ കാര്യങ്ങളിൽ ഒരുപാട് ചിന്തിച്ച് തലപോയിക്കാതെ കിട്ടിയ നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയ നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും പലപ്പോഴും സ്റ്റോപ്പ് ലോസ് നമ്മുടെ എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. മാർക്കറ്റിൽ ഒരു മിന്നൽ പോലെ മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രം ഹിറ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇതിനെ വിപ്സോ എന്നാണ് പറയുക. നല്ലപോലെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിനെ കാണുന്നത് വലിയൊരു യുദ്ധം ജയിക്കാൻ വേണ്ടി ചെറിയ പോരാട്ടങ്ങളിൽ തോൽക്കുന്നത് പോലെയാണ്. 100 തവണ വിപ്സോ കാരണം എനിക്ക് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായാലും ഒറ്റത്തവണ ഒരു വലിയ മാർക്കറ്റ് തകർച്ചയിൽ നിന്ന് എന്റെ സ്റ്റോപ്പ് ലോസ് എന്നെ രക്ഷിച്ചാൽ ആ 100 ചെറിയ നഷ്ടങ്ങളെക്കാൾ വലുതായിരിക്കും ആ ഒരൊറ്റ സംരക്ഷണം എന്ന് എനിക്കറിയാം. എന്റെ മൂലധനത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് എന്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സുഹൃത്താണ്. അതൊരു നഷ്ടമായിട്ട് കാണരുത്. നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കാനുള്ള ഒരു ഇൻഷുറൻസ് പ്രീമിയമായിട്ട് കാണുക. സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നിങ്ങളുടെ തോൽവിയല്ല, നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിച്ചു എന്നതിന്റെ വിജയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത തവണ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് നിരാശപ്പെടരുത്. പകരം ഒരു പുഞ്ചിരിയോടെ സ്വയം പറയുക, യെസ്, എന്റെ സിസ്റ്റം വർക്ക് ചെയ്തു, എന്റെ പ്രീമിയം ഞാൻ അടച്ചു, ഞാൻ എന്റെ മൂലധനത്തെ ഒരു വലിയ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു, ഇനി അടുത്ത അവസരത്തിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു മനോഭാവം നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയെ മാറ്റിമറിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ട്രേഡിംഗിലെ സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോകൾക്ക് മിസ്സാവാതെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഓരോ അനുഭവവും മറ്റുള്ളവർക്ക് പുതിയ അറിവായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സുരക്ഷിതമായിട്ട് ട്രേഡ് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.